അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധമായ മുഹറം മാസത്തിലെ 2 ദിനങ്ങൾ നാളെയും മറ്റന്നാളുമായി വരികയാണ്. മുഹറം 9-ഉം 10-ഉം വളരെ പ്രാധാന്യത്തോടുകൂടി നമ്മുടെ പൂർവികർ കണ്ടുവന്നിരുന്ന, വളരെയധികം ബഹുമാനം കൽപ്പിച്ചിരുന്ന 2 ദിനങ്ങളാണ്. പൊതുവെ മുഹറം മാസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് എന്ന് പറയേണ്ടതില്ലല്ലോ. വിശുദ്ധമാക്കപ്പെട്ട ഹദീസുകളിൽ അതിനെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ മാസം എന്നാണ് പറഞ്ഞത്. ഷഹറുല്ലാഹിൽ മുഹറം, അള്ളാഹുവിൻ്റെ മാസമായ മുഹറം എന്ന്. അള്ളാഹുവിലേക്ക് ഒരു കാര്യത്തെ അടുപ്പിക്കുമ്പോൾ, ചേർത്തി പറയുമ്പോൾ അതിന് ഒരുപാട് ബഹുമതികളുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിലെ മറ്റു ആയത്തുകളെ കൊണ്ട് നമുക്ക് സ്ഥിരപ്പെടുന്നതാണ്. ഉദാഹരണത്തിന്, വഇൻ കുന്തും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിന, നമ്മുടെ അടിമ, അവിടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ മുത്തുനബിക്ക് കൂടുതൽ ബഹുമതി ലഭിക്കുന്നു. ഇതുപോലെ തന്നെ ഇസ്രാ മിഅ്റാജിൻ്റെ ആ ഒരു രംഗം പറയുന്ന ആയത്താണ് സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി. അവിടെയും അബ്ദ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അപ്പോൾ അള്ളാഹുവിലേക്ക് ഏതൊരു കാര്യവും ചേർത്തി പറയുമ്പോൾ അതിനൊരുപാട് ബഹുമതികളുണ്ട്. അതിൽപ്പെട്ട ഒരു മാസമാണ് ഷഹ്റുല്ലാഹ് അൽ മുഹറം, അള്ളാഹുവിൻ്റെ മാസമായ മുഹറം എന്ന് പറയുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസിൽ പറയുന്നത് കാണാം, അഫ്ളലുസ് സിയാമി ബഅദ റമളാൻ ഷഹ്റുല്ലാഹിൽ മുഹറം. റമളാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും നോമ്പ് നോൽക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രേഷ്ഠമായ മാസമേതാണ്? അവിടെ ഉപയോഗിച്ചത് ഷഹ്റുല്ലാഹിൽ മുഹറം എന്നാണ്. സുന്നത്ത് നോമ്പെടുക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട അനുയോജ്യമായ മാസം അത് മുഹറം മാസമാണ്. ഈ മാസം മുഴുവൻ നോമ്പെടുക്കൽ സുന്നത്താണ് എന്ന് നമുക്കറിയാം. അതിൽ തന്നെ ആദ്യത്തെ 10 ദിനങ്ങൾ നോമ്പെടുക്കൽ പ്രധാനപ്പെട്ട സുന്നത്താണെന്നറിയാം. അതിനേക്കാളേറെ പ്രധാനപ്പെട്ട സുന്നത്താണ് മുഹറം 9-നും 10-നും നോമ്പ് നോൽക്കുക എന്ന് പറയുന്നത്. അപ്പോൾ 9-ഉം 10-ഉം ഏറ്റവും മഹത്വമുള്ള ഒരു ദിവസമാണ്. സട്ടാവായ റബ്ബിൻ്റെ അനുഗ്രഹങ്ങൾ ഒരുപാട് ഈ ഭൂമി ലോകത്തേക്ക് ഇറങ്ങുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ് ഈ മുഹറം മാസമെന്ന് പറയുന്നത്. മുഹറം 9-നും 10-നും നോമ്പനുഷ്ഠിക്കുന്നതിനെ സംബന്ധിച്ച് ഫുഖഹാക്കൾ, ആലിമീങ്ങൾ അവിടെ നിന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്, നോമ്പനുഷ്ഠിക്കൽ പ്രധാനപ്പെട്ട സുന്നത്താണ് എന്ന്. മുഹറം 9-ന് താസുആ എന്നും മുഹറം 10-ന് ആശൂറാ എന്നും അറിയപ്പെടുന്നതാണ്. അപ്പോൾ മുഹറം 9-ആയ താസുആഉം മുഹറം 10-ആയ ആശൂറാവും ഈ 2 ദിനങ്ങളിൽ നോമ്പ് നോൽക്കൽ പ്രധാനപ്പെട്ട സുന്നത്താണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. ഒരു ഹദീസിൽ കാണാം, അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്, കാന യൗമു ആശൂറാ യൗമൻ തസൂമുഹു ഖുറൈശു ഫിൽ ജാഹിലിയ്യ. ആശൂറാ അഥവാ മുഹറം 10-ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോമ്പ് നോറ്റിട്ടുണ്ട്. വകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമുഹു ഫിൽ ജാഹിലിയ്യ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോമ്പ് നോറ്റിട്ടുണ്ട് ഈ ആശൂറാ ദിനത്തിൽ എന്ന് പ്രത്യേകം പറയുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജൂതന്മാർ നോമ്പ് നോൽക്കുന്നത് കണ്ടപ്പോൾ അവിടെ നിന്ന് പറയുന്നൊരു രംഗമുണ്ട്, അടുത്ത വർഷം ഞാനുണ്ടെങ്കിൽ മുഹറം 9-നും കൂടി ഞാൻ നോമ്പ് നോൽക്കുമായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ മുഹറം 9-നും 10-നും നോമ്പ് നോൽക്കൽ പ്രധാനപ്പെട്ട സുന്നത്താണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരോട് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്, മുഹറം 9-ഉം 10-ഉം നമ്മുടെ കേരളത്തിൽ ചൊവ്വയും ബുധനാഴ്ചയുമാണ്, അഥവാ നാളെയും മറ്റന്നാളുമാണ്. നോമ്പ് നോറ്റ് നമ്മൾ എത്ര വലിയ ബിസിയുള്ളവരാണെങ്കിലും, എത്ര വലിയ തിരക്കുകൾ നമുക്കുണ്ടെങ്കിലും ഈ മുഹറം മാസത്തിൻ്റെ പ്രാധാന്യം
നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. എന്തിനേറെ ചരിത്രപരമായ ധാരാളം സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മാസമാണല്ലോ ഈ മുഹറം എന്ന് പറയുന്നത്. അതിൽ തന്നെ മുഹറം 10 അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. ആദം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് അവിടെ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് സ്വീകാര്യത ലഭിച്ചത് മുഹറം 10-നാണ്. അതുപോലെ തന്നെ ഇദ്രീസ് നബി അലൈഹിസ്സലാമിനെ അള്ളാഹു ഉന്നതമായ സ്ഥാനത്തേക്ക് ഉയർത്തിയത് മുഹറം മാസത്തിലാണ്. അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അള്ളാഹു തആല തീയിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് മുഹറം മാസത്തിലാണ്. മൂസാ നബി അലൈഹിസ്സലാമിന് അള്ളാഹു തൗറാത്ത് നൽകിയത് മുഹറം 10-നാണ്. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് മുഹറം മാസത്തിലാണ്. യഅ്ഖൂബ് നബി അലൈഹിസ്സലാമിൻ്റെ കണ്ണിൻ്റെ കാഴ്ച അത് തിരിച്ചു കിട്ടിയത് മുഹറം 10-നാണ്. അങ്ങനെ നീണ്ടുപോകുന്നു. യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെട്ടത്, അതുപോലെ തന്നെ ബനൂ ഇസ്രായേലികൾക്ക് സമുദ്രം പിളർത്തിക്കൊടുത്തത്, ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു മാപ്പ് കൊടുത്തത്, സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു അധികാരം നൽകിയത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരുപാട് മുന്തിയതും പിന്തിയതുമായ ഒരു പാപവുമില്ലെന്നറിയിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു പാപവും നേരത്തെ ഉണ്ട് അല്ലെങ്കിൽ പിന്നെ ഇല്ല, അങ്ങനെ ഒരു പാപവും ഇല്ല എന്ന് അറിയിച്ചു കൊടുത്ത മാസമാണ് മുഹറം 10 എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെയൊക്കെ പ്രത്യേകതകൾ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തി നോമ്പനുഷ്ഠിച്ച് കർമ്മങ്ങൾ ചെയ്ത് ഖുർആൻ പാരായണം ചെയ്ത് അതുപോലെ തന്നെ നമ്മുടെ ഖബറാളികൾക്ക്